കേരളത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കേരളത്തിന്റെ സാഹചര്യത്തിൽ ഈ മദ്രസ പരിഷ്കാരം കേരളത്തിൽ ആവശ്യമുള്ളതല്ല. കാരണം മദ്രസ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 50,000-ഓളം മദ്രസകൾ, മദ്രസ എന്ന മതപഠന സ്ഥാപനങ്ങൾ, അറബിക് കോളേജ് വരെ, അതിൽ പഠിക്കുന്ന കുട്ടികൾ അത് മാത്രം പഠിക്കുന്നത്, സ്കൂളിൽ പോകുന്നില്ല. ഇന്ത്യയിൽ 40% മുസ്ലിം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത് അത് ഈ മദ്രസകളിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ആ മദ്രസകളെ ചില പാഠങ്ങളും കൂടി മാത്തമാറ്റിക്സും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ കൊടുത്തിട്ട്, ഇംഗ്ലീഷൊക്കെ കൊടുത്തിട്ട് ഈക്വലൈസ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് തുടർ പഠനവും ജോലിയും സാധ്യമാക്കാൻ കഴിയുമോ എന്നാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. വലിയൊരു സ്കീമാണത്. ആ നിലയ്ക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ ഇത് പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ ഇതിനെ എതിർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വളരെ പുറകിലാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഈ നവോത്ഥാനത്തിന്റെ ശബ്ദം ഉത്തരേന്ത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിന് വലിയ സ്വാധീനവും വലിയ പ്രതികരണവും ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. നമസ്കാര സമയമായതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സാമതെ. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ മുസ്ലിം വിദ്യാർത്ഥികളിൽ 40% ആളുകൾ സ്കൂളിൽ പോകുന്നില്ല എന്ന കമ്മീഷന്റെ കണ്ടെത്തലുകൾ ആ കുട്ടികൾ നിരക്ഷരരാകുന്നു എന്ന് അതിനർത്ഥമില്ല. മറിച്ച് പ്രാദേശികമായ ഗ്രാമങ്ങളിൽ, വളരെ വിദൂരമായ പട്ടണങ്ങളിൽ വിദൂരമായ ഗ്രാമങ്ങളിൽ മുസ്ലിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള മതപാഠശാലകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണവർ. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നതും ഉത്തരേന്ത്യയിലുള്ള വിദ്യാഭ്യാസ രംഗത്തും മതരംഗത്തും താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് നൽകുന്ന പ്രചോദനവും യഥാർത്ഥത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ്. എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അടിയന്തര ആവശ്യമുള്ള കാര്യമെന്ന് ചോദിച്ചാൽ, ഉന്നത വിദ്യാഭ്യാസത്തെക്കാളേറെ പ്രാഥമിക വിദ്യാഭ്യാസമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ പിന്നോക്ക പ്രദേശങ്ങളായ ബീഹാറിലും ബംഗാളിലും ആസാമിലും ഹരിയാനയിലും ഇങ്ങനെ യു-പിയിലെ ചില ഭാഗങ്ങളിലൊക്കെ പോയപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചില പ്രദേശങ്ങളിൽ സ്കൂളിൽ തീരെ പോകാത്ത കുട്ടികൾ, ഇപ്പോൾ ബംഗാളിലെ മാൽഡ ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രദേശം ഹരിശ്ചന്ദ്രപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ നമ്മുടെ KNMന്റെ തീരുമാനപ്രകാരം സന്ദർശനം നടത്തുമ്പോൾ അവിടെ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അവർ കൊണ്ടുവന്നിരുന്നു കാണാൻ വേണ്ടി. അതായത് ഇവന് ഞങ്ങളുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സായ ആളാണ്, ഇനി അവനെ +2 പഠിപ്പിക്കണമെന്ന്. ഒരു 200 വീടുകളുള്ള ഒരു വില്ലേജിലെ ആ 200 വീടുകളും മുസ്ലിം വീടുകളുമാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതിൽ നിന്ന് മാറ്റം വന്നിട്ടുള്ളത് പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രചോദനം കൊണ്ടാണ്. എല്ലാ പ്രവർത്തനവും നമ്മൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്നില്ല, ശരിയുമല്ല. പക്ഷെ ഒരു ഉത്ബോധനം, പഠിക്കണം, ഉയരണം എന്ന ഒരു ചിന്ത, അത് വളർത്തിയെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ഉത്ബോധനമാണ് ആവശ്യം. ഈ പഠനരംഗത്ത് നമ്മൾ ആളുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴേ, ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ വിചാരിക്കും പോലെയല്ല, പല സ്ഥലങ്ങളും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധാരാളം പഠിച്ച ആളുകളുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഈ ആളുകൾക്ക് മതത്തോടുള്ള ബന്ധവും സമുദായത്തോടുള്ള പ്രതിബദ്ധതയും എത്ര എന്നതാണ്. നമുക്കറിയാം, ഹൈദരാബാദിൽ, യു-പിയിൽ പല പ്രദേശങ്ങളിലും, ഭോപ്പാലിൽ ഒക്കെ ഉയർന്ന ഡിഗ്രിയുള്ള എത്രയോ മുസ്ലിങ്ങളുണ്ട്, നല്ല ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായം പിന്നോക്കമാണ്, അവർ പഠിക്കാത്തവരാണ്, അവർ സംസ്കാരം കുറഞ്ഞവരാണ് എന്ന് പറഞ്ഞ് ഇവരും ഉന്നതരായിപ്പോയി. ഇവർ പിന്നെ ഈ സമുദായത്തിനെ നോക്കുകയോ അവരെ വളർത്തുകയോ ചെയ്യുന്ന ഒരു ഏർപ്പാടുമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഒരു സമൂഹം പിന്നിലായി പോയതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ആ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിൽ അവരിൽ നിന്ന് മാറിയുന്നതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അത് മതപണ്ഡിതന്മാരുടെയും ഭൗതിക വിഷയങ്ങളിൽ പരിചയമുള്ള ആളുകളുടെയും അതോടൊപ്പം സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് ഒരു സാമൂഹ്യ പരിഷ്കരണം സാധിക്കുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാമായിരുന്ന ഒരവസ്ഥ,
മതകാര്യങ്ങളിൽ താല്പര്യമുള്ള കുറെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ഭൗതിക രംഗങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന കുറെ ആളുകൾ വേറെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ ബന്ധമില്ലാതെ അങ്ങനെ പോവുകയായിരുന്നു. ഞങ്ങൾ കച്ചവടക്കാർ, ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങൾ ഇങ്ങനെയും മതി, നിങ്ങൾ മതത്തിന്റെ അങ്ങനെയായിരുന്നല്ലോ. അത് മാറിയത് എങ്ങനെയാ? അത് മാറിയതിന് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ കൂടിയിരുന്ന ആലോചന നടത്തിയപ്പോഴാണ്. ഇപ്പൊ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഒരു വലിയ ബിഷഗ്വരനായിരുന്നു. അദ്ദേഹം അവസാന കാലമായപ്പോൾ പള്ളിയിലെ ഖത്തീബുമായിരുന്നു. പള്ളിയിൽ